എല്ലാവർക്കും മെറി ക്രിസ്മസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പുൽക്കൂടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളിവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ തെനയും മുളപ്പിച്ചെടുക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇല്ലാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് നിങ്ങൾക്ക് തെനയിടാം. ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് രണ്ട് സൈഡിലായിട്ട്, പുൽക്കൂടിന്റെ രണ്ട് സൈഡിലായിട്ട് ജസ്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് പുൽക്കൂടിന്റെ ജസ്റ്റ് ബേസ് ആണ്. അത് എത്രത്തോളം അതിന് സ്പേസ് വേണോന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുന്നുള്ളൂ. ബാക്കി വശത്ത് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ചാക്ക് വിരിച്ചു വെച്ചേക്കുവാണ്. പിന്നെ ക്രിസ്മസ് ട്രീയുടെ സ്റ്റാൻഡിന്റെ ബേസ് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് ഒരു ക്ലോത്ത് വെച്ച്. ഓക്കെ, ആ പ്ലാസ്റ്റിക് ഷീറ്റിന്റെ പുറമെയാണ് നമ്മൾ തെനയിടുന്നത്. അപ്പൊ നമുക്ക് മണ്ണ് ആവശ്യമാണല്ലോ. അപ്പൊ മണ്ണൊക്കെ വെട്ടിയെടുത്ത് അതിൽ നിന്ന് കല്ലൊക്കെ പെറുക്കി മാറ്റി മണ്ണൊക്കെ ഒന്ന് നിവർത്തി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് മല. അപ്പൊ മലയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കല്ലെടുത്ത് വെച്ചു. അപ്പൊ അത്രയും ഹൈറ്റ് നമുക്ക് അത്രയും ആ കല്ലുള്ളത് കാരണം കവർ ചെയ്തെടുക്കാം ആ ഒരു ഹൈറ്റ്. അപ്പൊ അതുകൊണ്ട് ഒരു കല്ലെടുത്ത് വെച്ചു. എന്നിട്ട് അതിന്റെ പൊക്കത്തേക്ക് പതുക്കെ മണ്ണ് എടുത്തിടുകയാണ്. അപ്പൊ മണ്ണിങ്ങനെ പൊത്തി പൊത്തി കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു മലയുടെ ഷേപ്പായി മാറും. അതുപോലെ തന്നെ പുൽക്കൂട് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഒരു ഇമാജിനേഷൻ വേണം. എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മുടെ പുൽക്കൂട് ഉണ്ടാവേണ്ടത്, എവിടെ കൂടെയൊക്കെയാണ് വഴി, അതുപോലെ എവിടെയായിരിക്കണം മല, എവിടെയായിരിക്കണം കുളം, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ വഴി ഒന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. മലയിൽ കൂടെ ഒരു വെള്ളം ഒഴുകുന്നതായിട്ട് ഇമാജിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ എംസാൻഡ് ആണ് വെള്ളം ഒഴുകുന്ന സ്ഥലത്തും പുൽക്കൂട്ടിൽ നിന്നുള്ള ആ ഒരു വഴിയിലും ഇട്ടേക്കുന്നത്. പിന്നെ കുറച്ച് അക്വേറിയത്തിൽ നിന്നുള്ള കുറച്ച് കല്ല് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ കല്ലൊക്കെ യൂസ് ചെയ്ത് ജസ്റ്റ് വഴിയിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുളവും കൂടെ ഉണ്ടാക്കാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തു. ആദ്യമൊക്കെ ചിരട്ട ഉപയോഗിച്ച് ചെയ്യാന്ന് കരുതി. പിന്നെ വേറൊരു ഐഡിയ വന്നപ്പോഴത്തേക്കും അത് ഉപയോഗിക്കാമെന്ന് കരുതി. അപ്പം ആ കുളം എവിടെയാണോ അവിടെയും ഞാൻ ജസ്റ്റ് ഒന്ന് മണ്ണ് മാറ്റിയിട്ട് എംസാൻഡ് ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ തെന ഇടുന്നതായിരിക്കും. നമ്മളിവിടെ ആവശ്യത്തിന് തെന എടുത്തിട്ട് തെന 18-ാം തീയതി രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് വെക്കും. എന്നിട്ട് 19-ാം തീയതി കിഴിയിൽ കെട്ടി വെക്കും. കുറച്ച് നനഞ്ഞ ഒരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് കിഴി കെട്ടി വെക്കുക. അപ്പോൾ വേര് പൊട്ടി വരും. എന്നിട്ട് 20-ാം തീയതി രാത്രിയാണ് തെനയിട്ടത്. ഓക്കെ, ഈ വെള്ളം നമ്മൾ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടല്ലോ, അവിടെ ഒരു ബ്രിഡ്ജ് സ്ഥാപിച്ചാലോ എന്നൊരു പ്ലാൻ പെട്ടെന്ന് ഉദിച്ചു. അപ്പോൾ കാർഡ്ബോർഡ് പീസ് ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു ബോക്സ് എനിക്ക് കിട്ടി. അപ്പോൾ ആ ബോക്സിൽ ഇങ്ങനെ ഒരു ഷേപ്പ് വെട്ടിയെടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒരു ബേസ് ഒക്കെ കൊടുത്തിട്ട് ഒരു മരക്കഷ്ണം ആയാലും മതി ആ രണ്ട് ബേസ്. അപ്പോൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് എന്താ, അപ്പോൾ ബ്രിഡ്ജിന്റെ ഒരു വുഡൻ ബ്രൗൺ കളർ ആണല്ലോ, ബ്രൗൺ കളർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ റെഡും കുറച്ച് ബ്ലാക്ക് അതുപോലെ യെല്ലോ ഒക്കെ ചേർത്തിട്ട് വുഡൻ ബ്രൗൺ അല്ല, ഏകദേശം ഒരു ബ്രൗൺ കളർ കിട്ടി. അങ്ങനെ നമ്മൾ എല്ലാ വശങ്ങളിലും പെയിന്റ് അടിച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുള കൊണ്ടുള്ള പാലമാണ് കേട്ടോ. അപ്പം മുള കിട്ടിയായിരുന്നു, ഒരു കുറച്ച് കിട്ടിയായിരുന്നു, കൊമ്പായിട്ട് കിട്ടിയതാ. അപ്പം മമ്മിയുടെ ഡാഡിയാണിത്. അപ്പോൾ പപ്പ എനിക്ക് മുറിച്ച് തന്നു. ആവശ്യത്തിന് അളവ് പറഞ്ഞു കൊടുത്തപ്പോൾ അതിനനുസരിച്ച് പാവം എനിക്ക് കുറേ മുറിച്ചൊക്കെ തന്നിട്ടോ. അങ്ങനെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഈ മുള നമ്മൾ പ്ലേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. 4 വശത്തും ഇതേപോലെ ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അതായത് 4 കോർണറിലും ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മണ്ണിലോട്ട് അതിങ്ങനെ മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് കേട്ടോ ഞാൻ ഒട്ടിച്ചത്. പിന്നെ അതിനുശേഷം ഈ സ്ഥലങ്ങളിലും നമ്മൾ മുള വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗൺ ആണ്. ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംഭവമാണ് ഗ്ലൂ ഗണ്ണ്. അപ്പോൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒരു പീസ് നമ്മൾ ഒട്ടിച്ചു. ഇതേപോലെ തന്നെ ഈ നീളം തന്നെ
നമ്മൾ മുള ഈ വശത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നീളം അല്ലാണ്ട് കുറച്ചും കൂടെ നീളം കുറച്ചിട്ട് നമ്മൾ 2 മുള പീസ് ആവശ്യമുണ്ട്. അത് വേറെ എവിടെയല്ല, ഈ ഒരു സൈഡ് ഗ്യാപ്പ് കൂടുതലായത് കാരണം അവിടെ ഒട്ടിച്ചു കൊടുക്കാനായിട്ടാണ്. ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് മെച്ചപ്പെടുത്താനായിട്ട് കയറ് കൊണ്ട് ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക. കയറ് ഇല്ലാത്തത് കാരണം ചാക്കിന്റെ ചരടായാലും മതി. ജസ്റ്റ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക്കിന്റെ ഒരു കയറ് പോലത്തെ സംഭവമാണ്. അപ്പം ഞാൻ ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് ഒന്ന് ചുറ്റി എടുക്കും. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആയത് കാരണം അഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ചുരുട്ടി കൊടുത്ത് അപ്പുറത്തെ വശത്തും ഇതേപോലെ തന്നെ ഒന്ന് കെട്ടിക്കൊടുക്കും. ഇതുപോലെ തന്നെ അപ്പുറത്തെ വശം ചെയ്യുക. അങ്ങനെ 2 വശത്തും ചെയ്തു. നമ്മുടെ ബ്രിഡ്ജ് സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു കുളം ഉണ്ടാക്കാം. ഇതിനായിട്ട് അമൂൽ ഐസ്ക്രീമിൻ്റെ ബോക്സ് ഉണ്ടല്ലോ, അതിൻ്റെ മുടി എടുത്തിട്ട് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് കുളത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ബ്ലൂ കളർ പെയിന്റ് ഒന്ന് അടിച്ചു, എന്നിട്ട് ജസ്റ്റ് വൈറ്റ് പെയിന്റ് കൊണ്ട് ഒരു ഡിസൈൻ പോലെ കൊടുക്കുവാണ്. ജസ്റ്റ് ഒരു കുളത്തിന്റെ വെള്ളത്തിന്റെ ഒരു ഫീലിംഗ് കിട്ടാനായിട്ട് കാണുമ്പോൾ. കുളത്തിലെ വെള്ളമൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെയാണ് നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്നത്. ഒരു വെള്ളത്തിന്റെ ഒരു പ്രൊജക്ഷൻ പോലെ തോന്നും. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗണ്ണ് ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഗ്ലൂ മുഴുവനായി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒന്നും കൂടെ നമ്മൾ പെയിന്റ് അടിക്കുവാണ്. ഒരു ലൈറ്റ് കളർ ബ്ലൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അധികം ലൈറ്റ് അല്ല, എന്നാലും നേരത്തെ യൂസ് ചെയ്ത ബ്ലൂ കളറിനേക്കാളും കുറച്ചും കൂടെ ലൈറ്റ് ആയിരിക്കണം. അതേപോലെ ഡാർക്ക് ബ്ലൂവും ഇതേപോലെ ഒന്ന് യൂസ് ചെയ്ത് കൊടുക്കുക. എല്ലാ സ്ഥലങ്ങളിലും അല്ല, ലൈറ്റ് ബ്ലൂ യൂസ് ചെയ്യാത്ത സ്ഥലങ്ങളിലായിട്ട് ഒന്ന് ജസ്റ്റ് കവർ ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് കല്ലുകൾ ഇട്ട് കൊടുക്കാം. സാധാരണയുള്ള മെറ്റൽസ് യൂസ് ചെയ്താലും മതി. ഇവിടെ കുറച്ച് കല്ലുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കല്ല് അക്വേറിയത്തിലൊക്കെ ഇടുന്ന കല്ലാണിത്. അപ്പോൾ ആ കല്ല് ഉപയോഗിച്ചിട്ട് ഇതിന് ചുറ്റിനും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി വെക്കാനായിട്ട് പോകുന്നത് പ്ലാസ്റ്റിക് ഗ്രാസ് ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഇങ്ങനെ മുറിച്ചെടുത്തു. എന്നിട്ട് ഗ്രാസ് ഇങ്ങനെ ഓരോ ഗ്യാപ്പിലായിട്ട് വെച്ചു കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ അമൂൽ ഐസ്ക്രീമിന്റെ ഇതല്ലാണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കാർഡ്ബോർഡിൽ ഒരു കുളത്തിന്റെ ഷേപ്പിലാക്കിയിട്ട് ഒന്ന് വെട്ടിക്കൊടുത്തിട്ട് നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം കേട്ടോ. കാർഡ്ബോർഡും യൂസ് ചെയ്യാം. പക്ഷെ മണ്ണിലൊക്കെ വെക്കാൻ നേരത്തെ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഗ്ലാസ് അതൊക്കെയാണ് ഏറ്റവും നല്ലത്. കാർഡ്ബോർഡ് ആണെങ്കിൽ വെള്ളം വലിച്ചെടുക്കുമല്ലോ, അപ്പൊ പെട്ടെന്ന് നശിയാനായിട്ട് കാരണമാകും. അതുകൊണ്ടാണ് ഞാനിവിടെ
പ്ലാസ്റ്റിക് യൂസ് ചെയ്തത്. ഇപ്പൊ നമ്മളിവിടെ ഇടയിലൊക്കെ ആയിട്ട് ഇതേപോലെ പ്ലാസ്റ്റിക് ഗ്രാസ് യൂസ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു കുളത്തിന്റെ രൂപമായി കഴിഞ്ഞു. അപ്പം ഇത് നമ്മള് നമ്മുടെ പുൽക്കൂടില് പ്ലേസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ പുൽക്കൂട്ടില് ഉണ്ണീശ ഒഴികെ ബാക്കി എല്ലാവരും തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബ്രിഡ്ജ് വെച്ചു, അതുപോലെ തന്നെ കുളം വെച്ചു. ഇതില് വീഡിയോ എടുക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ള കളറ് വേലിയാണ്. അത് ജസ്റ്റ് പേപ്പർ സ്ട്രോ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചൊട്ടിച്ചു കൊടുത്തതാണ്, ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട്. പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് 22-ാം തീയതിത്തെ വീഡിയോ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തേന അധികം മുളച്ചു വന്നിട്ടില്ല. 20-ാം തീയതി തേന ഇട്ടു, 22-ാം തീയതി ജസ്റ്റ് പുല്ല് പോലെ വന്നിട്ടുണ്ട്. 25-ാം തീയതി ആകുമ്പോഴത്തേക്കും ഏകദേശം പുല്ല് എല്ലായിടത്തും തന്നെ അത്യാവശ്യത്തിന് വളർന്നു വന്നിട്ടുണ്ടാകും. അപ്പം അതിനു മുമ്പ് എടുത്ത വീഡിയോ ആയത് കാരണം പുല്ല് ജസ്റ്റ് മുളച്ചു വന്നിട്ടേ ഉള്ളൂ. അപ്പൊ ഇതാണ് അവസാനത്തെ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ മേരി ക്രിസ്മസ്.